എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലെ 6-ാമത്തെ സ്കന്ധത്തിൽ 15, 16, 17 ചാപ്റ്ററിലായിട്ട് കിടക്കുന്ന ചിത്രകേതുവിൻ്റെ കഥ, ചിത്രകേതു ഉപാഖ്യാനം എന്നും പറയും. അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും പലർക്കും, എന്നാലും ദയവായി ഇതൊന്ന് കേൾക്കുക. അപ്പോൾ ചിത്രകേതു എന്ന് പറയുന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാക്കന്മാരാകുമ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് പ്രജാക്ഷേമ തത്പരരാണ്, എല്ലാവർക്കും നന്മ ചെയ്യുന്നവരാണ്, അല്ലേ, ധാർമ്മികരാണ്. അങ്ങനെ അദ്ദേഹവും നല്ല ധാർമ്മികനായ ഒരു വ്യക്തിയായിരുന്നു. ചിത്രകേതുവിന് പ്രധാനമായ രാജ്ഞി കൃദ്ധുതി എന്നാണ് പേര്. കൃദ്ധുതി എന്നൊരു രാജ്ഞിയുണ്ട്. വേറെ ഒരുപാട് ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന്. പഴയ രാജാക്കന്മാരുടെ കാലത്ത് അങ്ങനെയാണല്ലോ, ഒരുപാട് ഭാര്യമാർ, റാണിമാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ വേറെയും റാണിമാരുണ്ട്. ഇദ്ദേഹത്തിന് ഒരേ ഒരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ, സന്തതിയില്ല. ഇനി എൻ്റെ കാലശേഷം ആരെൻ്റെ തലമുറ നിലനിർത്തും എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ ഒരു ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജാവിന് ആ മകനെ ഒരു മകൻ എനിക്ക് വേണം, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് എല്ലാ ആൾക്കാരോടും ചോദിക്കുകയും പരിഹാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഫലവും കിട്ടിയില്ല. ഒരു കുഞ്ഞ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖമായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അംഗിരസ് മുനി അവിടെ വരികയാണ്. അംഗിരസ് മുനി എന്ന് പറഞ്ഞാൽ സപ്തർഷികളിലൊന്നാണ്, നമുക്കറിയാം. അപ്പോൾ അംഗിരസ് മുനി അവിടെ വന്നപ്പോൾ ചോദിച്ചു. രാജാവ് വളരെ ഭാഗ്യതയോടുകൂടി ഉപചാരപൂർവ്വം സ്വീകരിച്ചിരുത്തി. ചോദിച്ചു, എന്താ മകനെ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്, എന്താ ഒരു സന്തോഷമില്ലാത്ത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഷേ, എനിക്ക് മകനില്ല, എനിക്ക് കുഞ്ഞ് വേണം, അതിന് അങ്ങ് എന്തെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ, എനിക്കൊരു കുഞ്ഞ് അത്യാവശ്യമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ശരി, ഞാനൊരു യാഗം ഇവിടെ ഇരുന്ന് ചെയ്യാം, എനിക്ക് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു യാഗം അവിടെ എല്ലാവരെയും ചെയ്തു. അംഗിരസ് മുനി യാഗം ചെയ്തു. അതിൽ നിന്നൊരു പായസം പൊങ്ങി വന്നു. ആ പായസം കൃതുനിയാണ് ആദ്യം ഇദ്ദേഹം കൊടുത്തത്. കൃതുതിക്ക് അത് കൊടുത്തപ്പോൾ കൃതുതി അത് പായസമായിട്ട് കഴിച്ചു. കാരണം കുഞ്ഞിന് വേണ്ടി മെയിൻ റാണിയാണല്ലോ കൃതുതി, അതുകൊണ്ട് അത് കഴിച്ചു. അങ്ങനെ അവൾ ഗർഭിണിയായി. അങ്ങനിപ്പോൾ രാജാവ് ഭയങ്കര സന്തോഷപൂർവ്വം അംഗിരസ് മുനിയോട് പറഞ്ഞു, അങ്ങയുടെ ശ്രമം വിജയിച്ചിരിക്കുന്നു, എൻ്റെ മകൾ എനിക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ മകൻ, നിനക്ക് പിറക്കാൻ പോകുന്നൊരു മകനാണ്, പക്ഷെ മകൻ നിനക്ക് സന്തോഷവും തരും ദുഃഖവും തരും, അത് നീ മറക്കരുത്. സന്തോഷവും തരും ദുഃഖവും തരും, അത് നീ മറക്കരുതെന്ന്. അത് അദ്ദേഹം ചിന്തിച്ചില്ല. കാരണം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പം നന്മ മാത്രമേ നമ്മൾ നോക്കൂ, നല്ല വശമേ നോക്കുകയുള്ളൂ, ചീത്ത വശം നമ്മൾ ചിന്തിക്കാറില്ല. അതേപോലെ തന്നെ അദ്ദേഹവും ദിവസങ്ങൾ കടന്നു, മാസങ്ങൾ കഴിഞ്ഞു, കുഞ്ഞ് പിറന്നു. മകൻ പിറന്ന സന്തോഷത്തിലൊക്കെ സർവ്വവും മറന്നു. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി എത്രയോ കാലം കൊതിച്ചിരുന്ന ആ ഒരു കുട്ടി വന്നുമ്പോൾ, അല്ലെങ്കിൽ അത് നമുക്ക് സാധിച്ച് കിട്ടുമ്പോൾ നമുക്കെല്ലാം മറക്കുകയാണ്. അതുപോലെ എല്ലാം മറന്ന് ഈ കൃതുതിയുടെ റൂമിൽ നിന്ന് അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങുന്നത് കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. കുഞ്ഞിനെ കണ്ടിട്ടും മതി വരുന്നില്ല, കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഈ റാണിയുടെ റൂമിൽ നിന്ന് വെളിയിൽ വരും. മറ്റുള്ള റാണിമാർക്ക് ഭയങ്കര കുശും അസൂയയും അസ്വാരസ്യവും ഒക്കെ തോന്നി ഈ റാണിയോടും രാജാവ് കാണിക്കുന്ന കാര്യങ്ങളോടും. കാരണം ഞങ്ങളെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലേ, നമുക്ക് ഒരേപോലെ നിൽക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് കുറച്ച് നേട്ടം കിട്ടി, നമുക്കതില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് കുശുമ്പോൾ അസൂയൊക്കെ സബ്കോൺഷ്യസ് മൈൻഡിലെങ്കിലും ഉണ്ടാവും, മനസ്സിൻ്റെ അടിത്തട്ടിലെങ്കിലും അത് കിടക്കും, അവരോടുള്ള ദേഷ്യവും വാശിയും സങ്കടമൊക്കെ. അതേപോലെ ഇവർക്ക് അങ്ങ് കാണെ ഇതങ്ങ് വളർന്നു, ഭയങ്കര അസൂയയും കുശും ഒക്കെ ആയി. അപ്പോൾ അവരെന്ത് ചെയ്തു, എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഈ റാണിയും രാജാവും ആ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറിയ സമയത്ത് ആ കുട്ടിക്ക് വിഷം കൊടുത്തങ്ങ് കൊന്നു കളഞ്ഞു. വിഷം കൊടുത്ത് കുട്ടി മരിച്ചു. രാജാവ് ഒന്ന് കുഞ്ഞിനെ കളിപ്പിക്കാൻ വന്ന് നോക്കുമ്പോൾ കുഞ്ഞനങ്ങുന്നില്ല. മോനെ എന്ന് വിളിച്ച് രാജാവ് കിടന്നു നോക്കുന്നു. രാജാവിനൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീണു. എൻ്റെ കുഞ്ഞെന്തുകൊണ്ട് അനങ്ങുന്നില്ല, എൻ്റെ കുഞ്ഞനങ്ങുന്നില്ല എന്നും അദ്ദേഹം വീണു. റാണി ഇത് കേട്ട് വന്നു. റാണിയും കിടന്ന് നിലവിളിക്കുകയാണ്. കൊട്ടാരത്തിലാകെ രാജാവും റാണിയും നിലവിളിക്കുമ്പോൾ എല്ലാവരും കിടന്നങ്ങ് എന്തോ സംഭവിക്കുന്നു, അതിദായക സംഭവിച്ചു, എല്ലാവരും നിലവിളിക്കുകയാണ്. ശോകമുഖം എല്ലായിടത്തും, സങ്കടവും ദേഷ്യവും എല്ലാവർക്കും സഹിക്കാൻ വയ്യാത്ത സങ്കടം. ആ സമയത്താണ് അംഗിരസ് മുനിയും നാരദ മഹർഷിയും കൂടെ അവിടെ വരികയാണ്.
അംഗരസമന്യയുടെ ഉദ്ദേശം ഈ ചിത്രകേതു രാജാവിന് കുറച്ച് ധാർമ്മികമായ തത്വങ്ങൾ ഉപദേശിച്ചു കൊടുത്ത് അദ്ദേഹത്തെ ഒന്ന് നല്ല വഴി നടത്തണം എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന രംഗം വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. എന്നിട്ടും സപ്തർഷികൾ ഒരാളാണ്, അദ്ദേഹം ജ്ഞാനിയാണ്. അദ്ദേഹം എന്നിട്ടും ഇദ്ദേഹത്തിന് തത്വബോധം ഉപദേശിച്ചു കൊടുക്കാനൊക്കെ തുനിഞ്ഞു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാവും, ആ കുഞ്ഞ് നിനക്ക് സന്തോഷവും തരും സങ്കടവും തരുന്ന, അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നീ ഇതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട ഒന്നും ചിത്രകേതു രാജാവിൻ്റെ ചെവിയിലൂടെ കയറുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലേ, എന്ത് നമുക്കൊരു സങ്കടം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ആശ്വസിപ്പിക്കാനൊക്കെ വന്നാൽ ഇതൊന്നും ചെവി കയറത്തില്ല. അതേപോലെയായിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നാരദ മഹർഷിക്ക് ഒരു തോന്നൽ വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഭയങ്കര തപശക്തിയുള്ള ആളാണ്. അദ്ദേഹം ഈ കുഞ്ഞിൻ്റെ ആത്മാവിനെ അവിടേക്ക് ആകർഷിച്ചു. കുഞ്ഞിൻ്റെ ആത്മാവ് പോയതാണല്ലോ, ആ കുഞ്ഞിൻ്റെ ആത്മാവിനെ അവിടേക്ക് ആകർഷിച്ചിട്ട് ഈ കുഞ്ഞിനോട് പറഞ്ഞു, നീ ശരീരത്തിൽ കയറൂ, നിൻ്റെ അച്ഛനും അമ്മയും ദുഃഖിച്ച് വളരെയധികം പാടുപെടുകയാണ്, നീ ശരീരത്തിലൊക്കെ കയറൂ എന്ന് ഈ ആത്മാവിനോട് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരും നോർക്കിനിക്ക് ഈ കുട്ടിയുടെ ആത്മാവ് ഈ ശരീരത്തിലോട്ട് കയറി ആ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. മഹർഷേ നമസ്തേ, അങ്ങ് ഏത് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ എന്നോട് പറയുന്നത്? ഇത് ഏത് ജന്മത്തെ മാതാപിതാക്കളാണെന്നുള്ളത് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഈ ആത്മാവാണ്. ആത്മാവിന് ഈ പറയുന്ന ആൾക്കാർ എനിക്ക് എൻ്റെ മക്കളായിരുന്നു ഏതോ ജന്മം, എൻ്റെ സഹോദരങ്ങളായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളായിരുന്നു, എൻ്റെ ശത്രുക്കളായിരുന്നു, എൻ്റെ ബന്ധുക്കളായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്നവരാണ് ഈ ആത്മാക്കളെല്ലാം. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ അമ്മ എന്ന് പറയാൻ എനിക്കിവർ ആരാ ഉള്ളത്? ഞാൻ ആത്മാവല്ലേ. ഇവർക്ക് ഈ ആത്മാക്കളോട് മാത്രമല്ലേ ഉള്ളൂ ബന്ധം. നമ്മൾ പഴയൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലേ, ആത്മാവിലി ഭൂമിൽ ബന്ധമില്ല, ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാവിലി ഭൂമിൽ ബന്ധമില്ല, ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ആ പരമാത്മാവിനോട് മാത്രമേ ഈ ആത്മാവിനൊരു ആത്മബന്ധമുള്ളൂ. അല്ലാതെ ഈ കാണുന്ന ശരീരം നിങ്ങളുടെയൊക്കെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സാവിത്രിയാണ്, പാർവതിയാണ്, രാധാകൃഷ്ണനാണ്, ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെയൊക്കെ ഓരോ പേര് കണ്ടാലും അതൊക്കെ പുറമെയാണ്. നിങ്ങളുടെ ഈ ശരീരമാണോ ശരിയായ നിങ്ങൾ എന്ന് പറയുന്നത്? ഒന്നുമല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോളാണ്, ആത്മാവാണ്. ആ ആത്മാവിന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം അല്ല ലോഹയുഗത്തിലും ഇരുമ്പ് യുഗത്തിലും ഒക്കെ ജീവിച്ചിരുന്ന പലരുമാണ് എന്ന് പറയാം ഈ ആത്മാവ്. നമ്മുടെ കർമ്മവാസന കൊണ്ട് നമ്മൾ ഈ ജന്മം ചെയ്യുന്ന കർമ്മങ്ങളുടെ അനുസരിച്ചാണ് അടുത്ത ജന്മം ആരായിട്ട് വേണം ജനിക്കാൻ എന്നുള്ളൊരു തീരുമാനം വരുന്നത്. ആരുടെ മകനാണ്, ആരുടെ സഹോദരനാണ്, ആരുടെ ബന്ധുവാണ്, അല്ലെങ്കിൽ ആരുടെ അച്ഛനും അമ്മയാണ്, ഇതൊക്കെ വരുന്നത് ഈ ജന്മം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് അടുത്ത ജന്മം കിട്ടുന്നതെന്നാണ് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഭഗവത്ഗീതാ സാരഥിൽ തന്നെ പറയുന്നു ഇല്ലേ, ചേലിയില്ല മൗലിയിൽ പീലി ചാർത്തി കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി തുടങ്ങുന്ന ആ ഒരു ഗീതാസാരഥിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന ദേഹം നശിച്ചിടുമെന്നാലും ദേഹി അവിടെ തന്നെ നിൽക്കും, അതിനും മാറില്ല അല്ലേ. ആത്മാവ് ആരെയും കൊല്ലുകയില്ല, ആരാലും കൊല്ലപ്പെടുകയില്ല, വസ്ത്രം പഴയതുപേക്ഷിച്ച് പുത്തൻ ധരിപ്പതുപോലെ എത്രേ എന്നാണ് ഓരോ ജന്മം എടുക്കുന്നതിനെ പറ്റിയും ആത്മാക്കളുടെ ഒരവസ്ഥയെപ്പറ്റി ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നത്. അപ്പോൾ അതേപോലെ ഈ ആത്മാവ് ആവേശിച്ച ഈ കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ഞാൻ ആരോടാണ് സമാധാനം പറയേണ്ടത്, എൻ്റെ ഈ ബന്ധം പരമാത്മാവുമായിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നാരദ മഹർഷിയെ തൊഴുത് അങ്ങനെ തന്നെ അവിടെ കിടന്നു, ആത്മാവ് വിട്ടുപോയി. ഇത് ചിത്രകേതു രാജാവും ഋതുതിയും മറ്റുള്ള റാണിമാരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാം. മറ്റുള്ള റാണിമാർക്ക് പശ്ചാത്താപം അതിന് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, ഇതൊന്നും അർത്ഥമറിയാൻ നമ്മൾ എന്തൊരു മലിനമായി നമ്മൾ ചിന്തിച്ചതാണ്. അസൂയയും കുശുമ്പും ദേഷ്യവും വാശിയും ഒക്കെ വരുമ്പോൾ നമ്മുടെ നന്മയൊക്കെ മനസ്സിൽ നിന്ന് പോകുമല്ലോ എല്ലാവർക്കും. അതേപോലെയാണ് അവർ കാണിച്ചത്. അതേപോലെ കൃതുനിക്കായാലും കൃതുതിയും വിചാരിച്ചു, ഭഗവാനെ എന്തു വലിയ പാഠമാണിപ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത്. ചിത്രകേതു രാജാവായാലും സമ്പൂർണ്ണമായിട്ടൊരു പരിവർത്തനം വന്ന് അദ്ദേഹം നാരദ മഹർഷി തൊഴുതു.
അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, മകനെ, നിൻ്റെ സന്തോഷവും നിൻ്റെ ദുഃഖവും ഈ കുഞ്ഞു വഴിക്ക് അറിയണം നിനക്കുണ്ടായിരുന്നു, അത് നിനക്ക് കിട്ടി. ഇനി നീ ഒരു കാര്യം ചെയ്യൂ, ശ്രീമന് നാരായണനെ ഭജിക്കൂ, സാക്ഷാൽ സംഘർഷണമൂർത്തിയെ നീ ഭജിച്ചോളൂ, നിനക്ക് എല്ലാ നന്മകളും ഭഗവാൻ തരും എന്ന് പറഞ്ഞൊരു മന്ത്രവും അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു നാരദമുനി. അദ്ദേഹം അന്നു മുതൽ ആ മന്ത്രജപവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം തപസ്സിരുന്നു. അദ്ദേഹത്തിന് ഒരു കാര്യത്തിനും വേറെ ബന്ധമില്ല. നാരായണ മഹർഷി നാരായണ 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 അത് മാത്രമാണ്. നാരായണ മന്ത്രം മാത്രം ജപിച്ച് സംഘർഷണമൂർത്തിയെ മാത്രം ധ്യാനിച്ചിരുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സംഘർഷണമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. സനകാദികളുടെ അവരുടെ ചുറ്റും സനകാദികൾ ഇരിക്കുകയാണ്. സംഘർഷണമൂർത്തിയായി സാക്ഷാൽ പരബ്രഹ്മരൂപം അതിതേജസ്വിയായിട്ട് മഹാവിഷ്ണുവിൻ്റെ രൂപം നല്ല നീല പട്ട് ചേലയൊക്കെ കൊടുത്ത് സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിഞ്ഞ് നല്ല സുന്ദര കളയപരനായിട്ട് ഭഗവാൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ചിത്രകേതു, നീ ഒരു നല്ല ജന്മമുള്ളതാണ്, നിൻ്റെ സോളിനെയാണ് ഞാൻ വിലമതിക്കുന്നത്, നല്ല ഒരു ആത്മാവാണ്, നിനക്കിത് നന്മ വരട്ടെ, നീ ധൈര്യമായിട്ട് നീ ജീവിച്ചോളൂ, നിനക്ക് ഈ പ്രപഞ്ചം മുഴുവൻ യാത്ര ചെയ്യാൻ ഞാനൊരു അനുമതി തരികയാണ്, അതിനുവേണ്ടി നിനക്കൊരു രഥവും തരുന്നു എന്ന് പറഞ്ഞൊരു രഥവും കൂടെ കൊടുത്തു. അപ്പോൾ അദ്ദേഹം മറന്നു. അതോടുകൂടി ഇദ്ദേഹത്തിന് പൂർണ്ണമായി പരിവർത്തനം വന്ന് നാമജപവും ഈശ്വരവിശ്വാസവും ഭഗവത് ഭക്തിയും മാത്രമായാണ് ഇദ്ദേഹം ചിത്രകേതു രാജാവ് മാറിയത്. അദ്ദേഹം അങ്ങനെ പോകുമ്പോൾ ഓരോരോ രാജ്യങ്ങൾ കണ്ട് നമുക്ക് കൈലാസിന് മുകളിൽ കൂടി കുഴപ്പത്തിന് പോയി. കൈലാസ പർവ്വതത്തിന് മുകളിൽ കൂടെ പോകുമ്പോൾ അത് ആ തേജസ്വിയായിട്ട് പരമശിവൻ അവിടെ ഇരിക്കുന്നു. മടിയിൽ സതീദേവിയുണ്ട്. ദേവിയെ മടിയിൽ എത്തിയിട്ട് ചുറ്റുമിരിക്കുന്ന ശിഷ്യന്മാർക്ക് മുഴുവൻ ബ്രഹ്മതത്വം പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മതത്വം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇദ്ദേഹം അതിശയപ്പെട്ടു പോയി ചിത്രകേതു. ദൈവമേ, ബ്രഹ്മതത്വം ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാ ശിഷ്യന്മാർക്കും പറഞ്ഞു കൊടുക്കുമ്പം മടിയിൽ ഭാര്യയെ ഇരുത്തി കെട്ടിപ്പിടിച്ചിരുന്നുകൊണ്ടാണോ ഇദ്ദേഹം ഇത് പറയുന്നത്? അദ്ദേഹം ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അന്ന് പൊട്ടിച്ചിരിച്ചപ്പോൾ മഹാദേവനൊന്ന് നോക്കി, മഹാദേവനൊന്ന് ചിരിച്ചു. മറ്റുള്ള ദേവന്മാർ നോക്കി, അവരൊന്ന് ചിരിച്ചു. പക്ഷെ ദേവിക്ക് മാത്രം ഇതങ്ങോട്ട് സഹിച്ചില്ല. ഇത്ര ഇതായിട്ട് രഥത്തിൽ നടക്കുന്ന അവൻ ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങളിതെല്ലാം കേട്ട് വളരെ ആകാംക്ഷയായിട്ടിരിക്കുക ഭഗവാന്റെ വായിൽ നിന്ന് വരുന്ന അമൃതവാണികൾ കേൾക്കാൻ. അപ്പോഴേക്കും ഇവനിങ്ങനെ പൊട്ടിച്ചിരിച്ച് പരിഹാസിച്ചിരിയോ, ഇവനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ. ഉടനെ ദേവി ഒരു ശാപം കൊടുത്തു. നീ ഇങ്ങനെ ഒരു അവസരമില്ലാതെ, നീ ഒരു ശ്രദ്ധയില്ലാതെ ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ പരിഹസിച്ച നീ ഒരു അസുരനായിട്ട് ജനിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ചിത്രകേതുവിനെ ശപിക്കുക. ചിത്രകേതു ഇത് കേട്ടു. എന്നിട്ട് അദ്ദേഹത്തിനൊരു ഭാവവ്യത്യാസമില്ല. അദ്ദേഹം ഇറങ്ങി വന്ന്, അമ്മേ നമസ്കാരം, അമ്മയുടെ ശാപം ഞാൻ സ്വീകരിക്കുന്നു, എനിക്കിത് സന്തോഷമാണ് എന്ന് പറഞ്ഞ് അമ്മയെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം യാത്രയായി. അപ്പം മഹാദേവൻ ഭഗവതിയോട് പറയുകയാണ്, നോക്കൂ ദേവി, മഹാവിഷ്ണു ഭക്തന്മാരുടെ പ്രത്യേകതയാണ് അദ്ദേഹം കാണിച്ചത്. മഹാവിഷ്ണുവിൽ അന്തർലീനമായിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. ആ പാദങ്ങളിൽ തന്നെയാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ്. അതുകൊണ്ടാണ് ദേവി പറഞ്ഞ ഒരു ശാപം പോലും അദ്ദേഹം അനുഗ്രഹമാക്കിയെടുത്ത് അവിടുത്തെ ഒന്ന് നമസ്കരിച്ച്. കാരണം ആ മനസ്സിൽ ഒരു കാലുഷ്യമില്ല, ഒരു പകയില്ല, വിദ്വേഷമില്ല, അങ്ങനത്തെ യാതൊരു കുടിലഭാവങ്ങളും ഒരു നാരായണ ഭക്തനിലില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ഒന്ന് നമസ്കരിച്ചത് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഒരു മനഃശാഞ്ചല്യം ഒന്ന് കഷ്ടമായിപ്പോയി. ഞാൻ ആ ശാപം കൊടുത്തത് എന്ന് അമ്മ വിചാരിച്ചു. ആ പറഞ്ഞ് ശാപം കിട്ടിയ ചിത്രകേതു എന്ന രാജാവാണ് വൃത്രാസുരനായിട്ട് മാറിയത്. വൃത്രാസുരനായിട്ട് മാറി ബാക്കി കുറച്ച് കഥകളുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ പറയാം. ഇത് ശ്രീമദ് ഭാഗവതത്തിലുള്ള ഭാഗങ്ങളാണ് ഞാനിതെല്ലാം പറഞ്ഞത്. എല്ലാവർക്കും ശ്രീമദ് നാരായണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ജ്യോതിസ് പരബ്രഹ്മം നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ, എല്ലാ നന്മകളും തരട്ടെ. നന്ദി, നമസ്കാരം.